78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിനു മുമ്പ് എൻ്റെ പേര് ഡിഗ്ന, എറണാകുളത്താണ് വീട്. കാരണം പല ആൾക്കാരും ചോദിച്ചു ചേച്ചിയുടെ പേരെന്താണ്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു. കാരണം പല യൂട്യൂബിൽ ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞു. അതായത് വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് എനിക്കറിയാം. പക്ഷെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങളിലേക്ക് അവതരിപ്പിക്കേണ്ട വിഷയം അത് ഞാൻ പറയുക, മാക്സിമം അത് പറഞ്ഞ് പെട്ടെന്ന് വീഡിയോ ക്ലോസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഞാൻ ആരാണ്, എന്താണ് എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും പറയാത്തത്. കാരണം പല ആൾക്കാരും ചോദിച്ചു, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത് ഞാൻ പ്രത്യേക ഒരു പാർട്ടിക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ മാത്രം ചീത്ത പറയുകയോ അല്ലെങ്കിൽ അവർക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുകയല്ല, നമ്മൾ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്നതാണ് എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഞാൻ എല്ലാവർക്കും എല്ലാ പാർട്ടിക്കാരിലും നല്ല ചെയ്ത മന്ത്രിമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്, എന്നെ കൂടുതൽ അറിയാൻ തുടങ്ങിയതും അങ്ങനെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു വിഷയം എടുത്തിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ 78ാമത് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അവസരത്തിൽ പോലും നമ്മൾക്ക് പല കാര്യങ്ങളും പറയാനും തെളിവോട് നമ്മൾ പലതും പറഞ്ഞാൽ പോലും നമ്മൾക്കത് നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരിക്കലും മുഖ്യമന്ത്രിയെ മാത്രം ഫോക്കസ് ചെയ്ത് ചീത്ത പറയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളല്ല എന്നുള്ളതാണ് തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഒരു വിഷയം നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ സംസ്ഥാനത്തും അതാത് മന്ത്രിമാരെ നിയമിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് എല്ലാം ചെന്ന് നമുക്ക് പ്രധാനമന്ത്രിയോട് പറയുകയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തും മുഖ്യമന്ത്രി എന്നൊരു പദവി കൊടുത്ത ഒരാളെ ഇരുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ആവശ്യമായ നമ്മുടെ ന്യായങ്ങളും നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങളും നമ്മൾ പറയേണ്ടത് അദ്ദേഹത്തോടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞാൻ കൂടുതലും അദ്ദേഹത്തെ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, മുല്ലപ്പെരിയാർ വിഷയം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പലരും ചോദിച്ചു. നമ്മൾ കണ്ടതാണ് അർജുന്റെ വിഷയം തൊട്ട് എല്ലാവരും ആ വിഷമത്തിലായിരുന്നു. ആ ഒരു മണ്ണിടിച്ചിൽ അർജുന് നഷ്ടപ്പെടുന്നു, ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിനുശേഷമാണ് ഉരുൾപൊട്ടൽ പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. മഴക്കാലത്തൊക്കെ ഉരുൾപൊട്ടാറുണ്ട്, വെള്ളം കയറുന്നുണ്ട്, അങ്ങനെ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രമാത്രം മരണങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ ശരിക്കും പിടിച്ച് കുലുക്കി എന്ന് വേണം പറയാനായിട്ട്. അത്രമാത്രം നമ്മുടെ മനസ്സൊക്കെ തളർന്നു പോയി. ആ ഒരു സാഹചര്യത്തില് മേഘവിസ്ഫോടനം, പല സ്ഥലങ്ങളിലും മേഘവിസ്ഫോടനം നടക്കുന്നു, ഇങ്ങനെ ഭൂകമ്പങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ജലബോംബ് തീർച്ചയായിട്ടും നമ്മൾ പേടിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ, വരാൻ പോകുന്ന മഹാദുരന്തത്തെ കുറിച്ച് ഓർക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു വിഷയം ചിന്തിക്കും, അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴായി പിന്നെ നമ്മൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തന്നെ കാര്യം. പിന്നെ നമ്മൾ എന്തും പൊട്ടില്ല എന്ന് പറയുന്നവരടുത്ത് നമുക്കത് പൊട്ടിച്ചിട്ടൊന്നും കിട്ടാനില്ല. പക്ഷെ നിങ്ങൾ ഈ പൊട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, എത്ര നാള് എന്ന് വരെ അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 8-ാം തീയതി കർണാടകയിലെ ദേശീയപാത തകർന്നു വീണൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഒരു ട്രക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ട്രക്ക് അടക്കം ആ റോഡ് പുഴയിലേക്ക് പോയി എന്നുള്ളതാണ്. 41 വർഷമായ പാലം പണിതിട്ട്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല ദുരന്തങ്ങളും നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ, അതുപോലെ കഴിഞ്ഞ ദിവസം കണ്ട തുംഗഭദ്ര അണക്കെട്ട് ഷട്ടർ പൊട്ടിയതും ബാക്കിയുള്ള 35ഓളം ഷട്ടറുകൾ തുറക്കേണ്ടി വന്നതും അങ്ങനെയുള്ളൊക്കെ അവസ്ഥ വന്നാൽ നമ്മുടെ കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത്? മഹാപ്രളയമായി പോകും. 2018 നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നതാണ് പല അടയാളങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കൂടുതലും ഈ മുല്ലപ്പെരിയാർ ചർച്ച ചെയ്യാൻ തന്നെ കാര്യം, ഈ ഡേറ്റ് 3-ാം തീയതി തോന്നുന്നു നമ്മുടെ ഭൂതത്താൻകെട്ടിലെ ചെക്ക് ഡാമിൽ വിള്ളൽ ഉണ്ടാവുകയും അതിലൂടെ വെള്ളം വരികയും ചെയ്തു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും ഭയം വരും. കാരണം ആ ഒരു ചെക്ക് ഡാമിൽ കൂടി തന്നെ അത്ര ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ മുല്ലപ്പെരിയാർ പോലുള്ള അണക്കെട്ടിന് എന്തെങ്കിലും ഓൾറെഡി അതിന് പൊട്ടലുണ്ട്, അതിൽ കൂടി വെള്ളം ചോർച്ചയുണ്ട് എന്നുള്ള കാര്യങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അത് സ്ട്രെങ്തനിങ് വർക്ക് ചെയ്തു, റീവർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇപ്പോഴും 10-40 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഒരു ഡാം പണിതാൽ അതിന് 40-50 മാക്സിമം ഒരു 70 പറഞ്ഞാൽ പോലും ഈ മുല്ലപ്പെരിയാർ ഇപ്പൊ എത്ര വർഷമായി? അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്ട്രെങ്തനിങ് വർക്ക് ചെയ്ത എഞ്ചിനീയർ തന്നെ പറയുന്നുണ്ട് അത് ഇനിയും അത് തുടരുന്നത് അപകടമാണെന്ന്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥകൾ ഓരോ സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മേഘവിസ്ഫോടനം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജലബോംബ് എന്ന് പറയുന്ന മുല്ലപ്പെരിയാർ 4 ജില്ലകളെ മാത്രമല്ല ബാധിക്കുന്നത്,
അത് ബാധിക്കുന്നത് കേരള ജനതയെ മുഴുവനാണെന്നുള്ളൊരു സത്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഒരു ഇതെടുത്തതായിരിക്കാൻ പറ്റില്ല. പിന്നെ മന്ത്രി റോഷൻ അഗസ്റ്റിൻ, അപ്പൊ നമുക്ക് അദ്ദേഹത്തെയും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതൊക്കെ പറയേണ്ടത് ആരോടാണ്? നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇവരൊക്കെ നിയമിച്ചിരിക്കുന്നത്. പിന്നെ ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ നമ്മൾക്ക് ജനങ്ങളുടെ കാര്യം കൂടി നോക്കണം. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന മന്ത്രിമാർ പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നത് 2011 ഇവരെല്ലാവരും നിരാഹാര സത്യാഗ്രഹം കിടന്നതാണ്. എന്തിനു വേണ്ടിയാണ്? മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ട്, മുല്ലപ്പെരിയാർ പൊട്ടും, ഒരു ചെറിയൊരു ഭൂകമ്പമോ എന്തെങ്കിലും വന്നാൽ തന്നെ മുല്ലപ്പെരിയാർ പൂർണ്ണമായി തകരും എന്ന് പറഞ്ഞ് പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ മന്ത്രി റോഷൻ അഗസ്റ്റിൻ, ഇവരെല്ലാവരും ഒന്നാം നിരാഹാര സത്യാഗ്രഹത്തിൽ കടന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് അവരെയൊക്കെ പേരുകൾ എടുത്തെടുത്ത് പറയേണ്ടതായിട്ട് വരും. പിന്നെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്ക പരത്തുന്നവർക്കെതിരെ നടപടി എന്ന് പറഞ്ഞത് കേട്ടു. നമ്മൾ ഇതിനെ ആശങ്ക പരത്തുകയാണോ? അങ്ങനെ നടപടി എടുക്കാനാണെങ്കിൽ ആദ്യം നിങ്ങളൊക്കെ തന്നെയല്ലേ സാറുമാരെ അകത്ത് പോകേണ്ടത്. ഇവരന്ന് സത്യാഗ്രഹം ചെയ്തതിനു ശേഷം ഈ മുല്ലപ്പെരിയാറിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഒരു വർക്കും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇതിന് ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അതുകൂടി നിങ്ങൾ പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുപോലെ നമ്മൾ പ്രത്യേകം ഇപ്പൊ എനിക്ക് പ്രതിപക്ഷത്തിനോട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോട് BJP-ക്കാരോട് എനിക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭരിക്കുന്ന പാർട്ടി ആരാണ് അവരോടാണ് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടത്. ഇത്രയും വർഷം നീ എവിടെയായിരുന്നു, ഉറങ്ങുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു അപകടമായ അവസ്ഥ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്, ഒരാൾക്ക് ഒരു പനി വരുമ്പോഴല്ലേ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ. അപ്പൊ അതങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. കാരണം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, പല അടയാളങ്ങളും, പല സൂചനകളും അതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് പേടിയുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യം, നമ്മുടെ ഭാവി തലമുറയെ ഓർത്തല്ല, നമ്മൾക്ക് ഭയമുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. പിന്നെ ഒറ്റക്കെട്ടാണ് മലയാളികൾ, ഇത് നമ്മൾ അതിജീവിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള പറഞ്ഞുള്ള കമന്റുകളും അതിനൊന്നും ആവശ്യമില്ല. കാരണം എത്രമാത്രം മലയാളികൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ പൂർണ്ണമായിട്ട് എനിക്ക് ഏകദേശം മനസ്സിലായതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്വാതന്ത്ര്യമൊക്കെ കിട്ടി 78 വർഷമായി എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾക്ക് പല കാര്യങ്ങളും സമൂഹത്തോട് തുറന്നു പറയുന്നതിന്, പല സത്യങ്ങളും നമ്മൾക്ക് വിളിച്ചു പറയുന്നതിനൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സത്യമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇനിയും ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് ഒരു ബോധവൽക്കരണം പോലെ ഞാൻ വീഡിയോ ചെയ്യും. അത് ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യേണ്ടവർക്ക് ലൈക്ക് ചെയ്യാം, അതിൽ മോശം കമന്റുകൾ പറയേണ്ടവർക്ക് കമന്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ സംസ്കാരം, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ വന്ന് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ്, ഒരു കാലാവധി ഉണ്ട് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക. പല ആൾക്കാരും പല വീഡിയോയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ആർക്കെങ്കിലും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചതുപോലെ, ഈ പറയുന്ന ആർക്കെങ്കിലും പോയി മുല്ലപ്പെരിയാറിന്റെ താഴെയോ താമസിക്കാൻ, നിങ്ങളുടെ കുടുംബസമേതം പോയി താമസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പല ആൾക്കാരും എന്നോട് പറഞ്ഞു, നിങ്ങൾ വീടെല്ലാം വിറ്റിട്ടോ അല്ല ചെന്നൈയിലോ ബാംഗ്ലൂരോ പോയി താമസിക്കാൻ, എന്റെ വീടും സ്ഥലവും നിങ്ങൾ വാങ്ങിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. എന്റെ വീടും സ്ഥലം നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഓക്കെ, പൈസ കൊണ്ട് ഞാൻ പോകും. കാരണം നമ്മൾ ഉണ്ടാക്കി വീടും സ്ഥലം വിറ്റിട്ട് പൈസ കിട്ടിയാൽ മാത്രമാണ് എനിക്ക് ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ബാംഗ്ലൂരോ ചെന്നൈയിലോ പോയി ഒരു വീടെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ അതിന് ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾ അത് വാങ്ങിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ന്യായമായ വിലയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആ പണം തന്നു ഞാൻ എവിടെയെങ്കിലും പോയി ഫ്ലാറ്റ് എടുത്തോളാം. ഓക്കെ. അപ്പൊ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മുല്ലപ്പെരിയാറിന് അടുത്ത് താമസിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഒരു കല്യാണം പോലും നടക്കുന്നില്ല. കാരണം മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നത് കൊണ്ട് അത് എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളെ കുറിച്ച്, ഭാവിയെ കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ രാഷ്ട്രീയം തലക്കി പിടിച്ച് ഒരു അടിമകളെ പോലെ നിൽക്കുന്നവർ മാത്രമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എതിരഭിപ്രായമായിട്ട് വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഈ മുല്ലപ്പെരിയാർ എന്ന തമിഴ്നാട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഇതുപോലെ കരയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ആരുടെയും കാൽ പിടിക്കേണ്ട ആവശ്യമോ വരില്ലായിരുന്നു. അതിനൊരു ഉത്തരം, അതിനൊരു മറുപടി, അതിനെന്താണോ ചെയ്യേണ്ടത് അവരുടെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുമായിരുന്നു. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിനൊരു ആവശ്യം നമ്മൾക്ക് പറയാനുള്ളത് കേരളം ഭരിക്കുന്ന മന്ത്രിയോടാണ്, അല്ലാണ്ട് വേറെ ആരോടും പോയി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ മുല്ലപ്പെരിയാറിന്റെ എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും കിടന്ന് പറയുന്നില്ല. പക്ഷെ എന്നതാവുന്ന വിധം ഞാൻ മറ്റുള്ളവരിലേക്ക് ഒരു കാര്യം എത്തിക്കാൻ ശ്രമിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.